വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഭാരത് സേവക് സമാജിന്റെ ചെയർമാനോടൊപ്പമാണ്. ഭാരത് സേവക് സമാജിന്റെ ചെയർമാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിസ്റ്റും ഒക്കെയാണ് ഇദ്ദേഹം. അപ്പൊ നമുക്ക് ബാലചന്ദ്രൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. എന്തൊക്കെയാണ് BSSന്റെ വിശേഷങ്ങൾ? ഭാരത് സേവക് സമാജ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ജനങ്ങളെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുവാൻ വേണ്ടി ഉള്ള പരിശീലനം എന്ന നിലയിലാണ് 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. കാരണം സ്വാതന്ത്ര്യാനന്തര ഭാരതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ രാജ്യത്തെ ജനതയെ തയ്യാറാക്കുവാൻ ഇപ്പോഴേ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. ഹിന്ദി, ഖാദി, ഹരിജൻ ഇതൊക്കെയായിരുന്നു പ്രധാനമായ ഫോക്കസ് ഏരിയ. സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ രാജ്യത്ത് പുതിയ ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ലോകത്തെ പല വികസന മാതൃകകളും പ്രസിദ്ധീകരിച്ചു. പ്രധാനമായും സോവിയറ്റ് യൂണിയന്റെ ഇന്നത്തെ റഷ്യ പഞ്ചവത്സര പദ്ധതി രീതി ഇന്ത്യയിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച് 10 പരിപാടികൾ ആവിഷ്കരിക്കുന്ന സമയം ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ജനങ്ങളെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടുന്ന ഒരു ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ അനിവാര്യത പ്ലാനിംഗ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകണമെന്ന് നിർദ്ദേശം വെച്ചു. അപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. സർവൻസ് സേവക് ഇന്ത്യ ഭാരത് സൊസൈറ്റി സമാജ്, അങ്ങനെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പുനർനാമകരണം ചെയ്ത് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഭാരത് സേവക് സമാജ്. 1952 അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എക്സ് പ്രസിഡന്റും അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ ഗുരുസാദ നന്ദ ചെയർമാനുമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ്. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇത് നടത്തിയപ്പോൾ പ്രധാനമായും ഭാരത് സേവക് സമാജത്തിനായിരുന്നു പദ്ധതി പരിപാടികൾ. കാലം കഴിഞ്ഞപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രസ്ഥാനങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു വികസന സംസ്കാരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവണതകൾ വളർന്നു വന്നു. പല സംവിധാനങ്ങളും മാറി വന്നു. പക്ഷെ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, രാജ്യം മാത്രമല്ല ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നും നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തിൽ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് തൊഴിലറിവില്ലാത്ത ആളുകളുടെ എണ്ണപ്പെരുപ്പമാണ്. ഏതാണ്ട് 40-45 കോടി ആളുകൾ 10ാം ക്ലാസ് പോലും കടക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഇവർക്ക് ഏതെങ്കിലും ആധുനിക തൊഴിലുമായി ഒരു ബന്ധവുമില്ല. ഇത്തരം ആളുകൾ അടക്കമുള്ള തൊഴിലറിയാത്ത ആളുകളെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ ബന്ധപ്പെടുത്തി പരിശീലനം നൽകി അവരെ രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജ് സ്വപ്നം കാണുന്ന ഒരു വലിയ കർമ്മപദ്ധതി. തൊഴിൽ വിദ്യാഭ്യാസ വ്യാപനം ഒരു വലിയ കർമ്മമാണ് ഭാരത് സേവക് സമാജത്തിൻ്റെ. ആ മേഖലയിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ഇന്ന് രാജ്യത്തെമ്പാടും അണിനിരന്നിട്ടുള്ളത്. നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുടെ പ്രസ്ഥാനമാണ് ഇന്ന് ഭാരത് സേവക് സമാജ്. അതുപോലെ തന്നെ സാർ പറഞ്ഞു, നമ്മൾ ഈ ഒരു BSSന്റെ പ്രവർത്തനങ്ങൾ വലിയ സാക്ഷാത്കരിക്കാൻ വിചാരിക്കുന്ന ഒരു ഇതാണ് സ്ത്രീകളുടെ ജോലിക്കും മറ്റൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അപ്പം ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നത്. അവിടെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, നല്ല സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച ഒരു പ്രധാന വിഷയം തന്നെയാണ്. കാരണം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പഠിച്ച ആളുകൾ തൊഴിലന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. അവർ പുത്തൻ തൊഴിലവസരങ്ങൾ തേടിയാണ്, അവരുടെ ബുദ്ധി വ്യാപാരം ചെയ്യുകയാണ്. ടെക്നോ കൂലീസായിട്ടാണ് പോകുന്നത്. ടെക്നോ കൂലീസായി മറ്റുള്ളിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവരുടെ സേവന പ്രവർത്തനങ്ങൾ, അവരുടെ ബോധ്യമായ തലം പരമാവധി നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതെങ്കിലും തൊഴിൽ മേഖലയിലുള്ള അറിവ്, പുത്തനറിവ് ഓരോ വ്യക്തിക്കും കിട്ടുക എന്ന് പറയുന്നത് സാർവത്രികമായി ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മൾ സൂചിപ്പിച്ചത് എക്സലൻസുകളുടെ രംഗത്താണ് പ്രധാനമായും. കുറച്ച് അറിവും പഠിപ്പും ബിരുദ പശ്ചാത്തലം അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്ന കുട്ടികളാണ് നമ്മുടെ നാട് വിട്ടുപോയി അവരെ ബ്രെയിൻ സെൽ ചെയ്യുന്നത്. ആ ചിന്ത നമ്മുടെ രാജ്യത്ത് അവസരം ഉണ്ടായാൽ അത് അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പതിവില്ലാത്ത വിധം ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 100 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കഴിഞ്ഞ വർഷം ഏതാണ്ട് 1000-ഓളം സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ടായി. അതൊരു പുതിയ പ്രവണതയാണ് കാണിക്കുന്നത്. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുകയും അതിലേക്ക് ബുദ്ധി അർപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന പുതുതലമുറ വളർന്നു വന്നാൽ അവർക്ക് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ ഇവിടെ ധനാഢ്യന്മാരും മറ്റ് കോർപ്പറേറ്റുകളുണ്ട്. അവർ തയ്യാറായാൽ ധാരാളം പുത്തൻ സ്ഥാപനങ്ങളും പുതിയ സംരംഭങ്ങളും ഉണ്ടാകുന്നതായിട്ട് സംശയമില്ല. അങ്ങനെ ഒരു കാലാവസ്ഥയും അങ്ങനെ ഒരു പ്രവർത്തന പശ്ചാത്തലവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വമ്പിച്ച മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ആസ് എ എഡ്യൂക്കേഷനിസ്റ്റ് ഇപ്പൊ നമ്മുടെ BSSലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ്? അല്ല, ഞാൻ പ്രധാനമായും ആദ്യകാലത്ത് എൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് നിരക്ഷരതാ നിർമ്മാർജ്ജന രംഗത്ത് ഉള്ള പ്രവർത്തനമാണ്. എഴുത്തും വായന അറിയാത്ത ആളുകൾ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത്. ഞാൻ നേരിട്ട് അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് സാക്ഷരതാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി കാൻഫട്ട് എന്ന പ്രസ്ഥാനത്തിൽ ശ്രീ PN പണിക്കർക്കും PT ഭാസ്കർ പണിക്കർക്കും NV കൃഷ്ണവാര്യർക്കും ഒപ്പം അവരുടെ കൂടെ നടന്ന് പ്രവർത്തിച്ച ആളാണ്. അനൗപചാരികമായ അറിവ് പങ്കുവയ്ക്കൽ, അറിവുള്ള ഒരാൾ അറിവില്ലാത്ത ഒരാളിന് അറിവ് പകർന്നു കൊടുക്കുന്നത് അനൗപചാരികമായി. ഔപചാരികമായി അറിവ് ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള ആളുകൾക്ക് അനൗപചാരികമായി അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൊഴിൽ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരിക്കുമ്പോൾ പോലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് തൊഴിലറിയുന്ന ഒരാൾ തൊഴിലറിയാത്ത മറ്റൊരാളിനെ മുഖാമുഖം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്ക് വിവിധ സ്കില്ലുകളിൽ നല്ല അറിവും കഴിവുള്ളവരാണ്. അവരുടെ സേവനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൊസൈറ്റിയെ മൊത്തത്തിൽ ഒരു പുതു സംസ്കാരത്തിന്റെ തൊഴിലറിവിന്റെ പുത്തൻ സൊസൈറ്റിയാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിൽ അൺയൂസ്ഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന നിലയിൽ തൊഴിലറിവുള്ള ധാരാളം ആളുകളും സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുകയാണ്. കാരണം ഇവരൊക്കെ തന്നെ പുറനാടുകളിലൊക്കെ പോയി ആധുനികമായ പശ്ചാത്തലത്തിൽ പ്രവൃത്തി പരിചയം നടത്തി നല്ല എക്സ്പീരിയൻസോടുകൂടി വന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അവരുടെയൊക്കെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ഇന്റർഫേസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പുത്തൻ തൊഴിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലും ചിന്തയിലും വന്നിട്ടില്ലാത്ത ധാരാളം പുതിയ തൊഴിലുകളാണ് ഇന്ന് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലുകളിലൊക്കെ പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ പുത്തൻ അവസരം ഉണ്ടാവുകയും പുതിയ ജീവിതമാർഗം തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ഒരു ചെറിയ സംവിധാനം മതി വലിയ മാറ്റം ഉണ്ടാക്കുവാൻ. കാരണം ആ നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ സഹായം അല്ലെങ്കിൽ സേവനം പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അനൗപചാരികമായുള്ള വിദ്യാഭ്യാസ വ്യാപന പ്രസ്ഥാനങ്ങൾ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഇപ്പൊ BSSന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ വിദ്യാഭ്യാസ രംഗം പരസ്യസമാനം വളരെ ഗൗരവപൂർവ്വം കാണുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. രാജ്യത്തെമ്പാടും തൊഴിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ BSS കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇത് പരസ്യ സമാജമാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് പരസ്യ സമാജ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ വർത്തമാനമല്ല ഞാൻ പറയുന്നത്, അത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും പരസ്യ സമാജത്തിന്റെ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ തന്നെ സേവനം തൊഴിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തിയെടുക്കുവാൻ പരസ്യ സമാജം അക്ഷീണമായി പ്രവർത്തിക്കാൻ ചിന്തിക്കുകയാണ്. അതൊന്ന്. രണ്ട്, സോളാർ, നമ്മുടെ ഗ്രീൻ എനർജി എന്ന് പറയും, എനർജി വ്യാപനം, സൗരോർജം വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത്
ഒരു വളരെ വലിയ ദൗത്യമായി BSS കാണുക. അതിനുവേണ്ടി നമ്മുടെ ഒരു മിഷൻ തന്നെയുണ്ട്. കേന്ദ്ര സർക്കാർ പരസ്യ സമാജത്തിനെ സർക്കാരിന്റെ നോഡൽ ഏജൻസിയെ അംഗീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള 5 ഏജൻസികൾ സർക്കാരിതര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പരസ്യ സമാജം മാത്രമാണ്. അതൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. അദാനിയുടെ ആയാലും ടാറ്റ ആയാലും കിർലോസ്കർ ആയാലും അംബാനിയുടെ റിലയൻസ് ആയാലും ഒക്കെ തന്നെ അത് 4 കമ്പനികളും മറ്റൊരു ബഹുജന പ്രസ്ഥാനം എന്നതിൽ പരസ്യ സമാജത്തിനെയുമാണ് സോളാർ വ്യാപന കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എംപാനൽ ചെയ്ത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സോളാർ ഒരു വലിയ മൂവ്മെന്റാണ്. സോളാർ കാരണം നമ്മുടെ ഇവിടെ ലഭിക്കുന്ന സൗരോർജം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിൽ സംസ്കാരം മാറ്റുവാൻ അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. കാരണം എല്ലായിടങ്ങളിലും സോളാർ വ്യാപിക്കുവാനുള്ള പ്രവർത്തനം അനിവാര്യമാണ്. കാരണം നമ്മുടെ എനർജി കൺസംഷന്റെ കാര്യത്തിൽ ഊർജ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമുക്ക് പുത്തൻ അവസരങ്ങൾ ഉണ്ടായേ മതിയാവും. ഇത് സോളാർ തന്നെയാണ് ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. ആ സോളാർ എനർജി വ്യാപനം എന്ന് പറയുന്നത് BSS ഒരു വളരെ വലിയ പ്രോഗ്രാമായി കാണുകയാണ്. അത് BSS ഗൗരവപൂർവ്വം ഏറ്റെടുത്തുള്ള വിഷയമാണ്. മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്, മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും BSS ആണ് മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമിന്റെ തുടക്കക്കാരെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ രംഗത്ത് മൈക്രോ ഫിനാൻസ് മേഖലയിലും ധാരാളമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നിരവധി പ്രസ്ഥാനങ്ങളെ ഈ രംഗത്തേക്ക് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചെറു വായ്പകൾ കൊടുക്കുവാനും ആളുകൾക്ക് ധനസഹായം കൊടുക്കുവാൻ കഴിയുന്ന കർമ്മ പദ്ധതികൾ സാർവത്രികമായി ആരംഭിച്ചുകൊണ്ട് ചെറു സംരംഭങ്ങൾ ആരംഭിക്കാൻ ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പ്രവർത്തനം പരസ്യ സമാജം ഏറ്റെടുത്ത് നടത്തുകയാണ്. ഈ 3 മേഖലയിൽ ഇപ്പോൾ ഗൗരവപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്ന ബഹുജന പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനം BSSന്റേതാണ്. സാർ പറഞ്ഞല്ലോ സോളാർ പദ്ധതി അതിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ മീൻസ് അതായത് ഓരോ വീട്ടിലും സോളാർ പദ്ധതി നടപ്പിലാവാന്നുള്ളൊരു അത് എന്നാണ് സാധ്യമാവുക? എന്നാൽ 2030 നമ്മുടെ നാട്ടിലെ ഡീസൽ വാഹനങ്ങൾ ഇല്ലാതാകും. ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഇല്ലാതാകും. സോളാർ വാഹനങ്ങളിലേക്ക് വാഹന നിർമ്മാണവും വാഹന ഗതാഗതവും തന്നെ ആ നിലയിൽ കൺവെർട്ട് ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷം കൊണ്ട് കേരളത്തിലെ മിക്കവാറും ഭവനങ്ങളിലൊക്കെ തന്നെ സോളാർ യാഥാർത്ഥ്യമായി മാറി. ഇപ്പോൾ പുത്തൻ വീട് വയ്ക്കുമ്പോൾ സോളാർ ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ലാഭകരമാണ്. സോളാർ വെച്ച് കഴിഞ്ഞാൽ ലാഭകരമാണ് ആൾക്ക്. അവർക്ക് ഇപ്പോൾ ചെലവാകുന്ന പണം അവർക്ക് ഘട്ടഘട്ടമായി ലഭിക്കുകയും ചെയ്യും. ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം കൂടിയാവുകയും ചെയ്യും. അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 8-10 വർഷം കൊണ്ട് വളരെ ഗൗരവപൂർവ്വം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ സോളാർ സമ്പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഒരു 8 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിൽ ഓരോ വീടുകളിലും സോളാർ എന്ന ഒരു പദ്ധതി നടപ്പിലാവും എന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ സർ നമ്മുടെ BSSന്റെ കീഴിൽ എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്ന സർ പിന്നെ ഈ BSSന്റെ കീഴിൽ എല്ലാ മാസവും അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിലെ ആശയം ആരുടേതാണ്? അല്ല, അത് ഭാരത് ബഹുമതി എന്ന് പറയുന്ന പരസ്യ സമാജത്തിന്റെ ഒരു ദേശീയ തീരുമാനമാണ്. ഭാരത് ബഹുമതി കാരണം നമ്മുടെ രാജ്യം ഇപ്പോ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിച്ച് കഴിഞ്ഞ രാജ്യമാണ്. 75 വർഷം പിന്നിട്ട രാജ്യമാണ്. നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുന്നിൽ വളർച്ചയുടെ മുന്നിൽ 1-ാം സ്ഥാനത്തെത്തുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ 3-ാം സ്ഥാനത്താണെന്നും 5-ാം സ്ഥാനത്ത് എന്ത് തന്നെ പറഞ്ഞാൽ തന്നെ നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുന്നിൽ കുതിക്കുകയാണ്. പഴയ ഭാരതമല്ല ഇന്നത്തെ ഭാരതം എന്ന് നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഈ ഭാരതം ഇങ്ങനെ രൂപപ്പെട്ട് വന്നതിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വെറും 1-2 ആളുകളുടെ ഒരു പിടി ആളുകളെയോ ഒരു പിടി ഭരണകർത്താക്കളുടെ മാത്രം പ്രവൃത്തി കൊണ്ടല്ല ഈ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ അനേകം കോടി ആളുകളുടെ അധ്യധ്വാനമാണ് ഈ വിധത്തിൽ മാറ്റമുണ്ടായത്, നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടായത്. അത് കൃഷിയുടെ കാര്യത്തിലായാലും വ്യവസായത്തിന്റെ കാര്യത്തിലായാലും കച്ചവടത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ സേവനയുടെ കാര്യത്തിലായാലും കലാരംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ ഈ മാറ്റമുണ്ടായതിൽ ഒരു വളരെ വലിയ പങ്ക് നമ്മുടെ സമൂഹം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ സമൂഹത്തിലെ ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കണമെന്ന് ഭാരത് സമാജ് തീരുമാനിച്ചു. ഭാരത് ബഹുമതി കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഭാരത് സേവക് ബഹുമതി ആണ് ആദ്യം എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കഴിയുന്നത്ര ആളുകൾക്ക് രാജ്യമൊട്ടാകെ ഭാരത് സേവക് ബഹുമതി കൊടുക്കുകയാണ്. ഓഗസ്റ്റ് 12 BSSന്റെ ഫൗണ്ടേഷൻ ഡേ ആണ്, സ്ഥാപക ദിനമാണ്.
അപ്പൊ ആ 12 അനുബന്ധമായി എല്ലാ മാസവും 12-ാം തീയതി ഭാരത് സേവക് ബഹുമതി പ്രമുഖരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആദരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ആ പ്രവർത്തനം നടന്നു വരികയാണ്. ഈ ഭാരത് സേവക്കിന് പുറമെ ഭാരത് സേവ സമാജ് പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡുകൾ എന്ന് പറയുന്നത് ഭാരത് ബഹുമതി എന്ന് പറയുന്നത് 1,00,000 രൂപ അവാർഡ് തുകയും ഫലകവും കൊടുക്കുന്ന ഭാരതശ്രീ എന്ന അവാർഡാണ് മറ്റൊന്ന്. വേറൊന്ന് ഭാരത് ഭൂഷൺ 5 ലക്ഷം രൂപ പുരസ്കാരം കൊടുക്കും. 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഭാരത് വിഭൂഷൺ കൊടുക്കും. ഏറ്റവും പ്രാധാന്യത്തോട് പറയുന്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരത് ശ്രേഷ്ഠ പുരസ്കാരം 25 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ ഭാരത് ബഹുമതി കൊടുത്ത് പൊതുസമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം BSS നടത്തി വരികയാണ്. ഇതിനകം ആയിരക്കണക്കിന് ആളുകളെയാണ് രാജ്യത്തെമ്പാടും BSS കണ്ടെത്തി ആദരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ എത്ര മഹത്തുക്കളായ വ്യക്തികളാണ് ആദരിക്കപ്പെട്ടതെന്ന്. ധാരാളം സാഹിത്യകാരന്മാർ, ഗായകർ, സേവന പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ ഒരു ഗായിക എന്ന് പറയുന്ന നിലയിൽ ഉഷാ രവികുമാർ എന്നൊരു ഗായിക ഇവിടെ വന്നു. അവര് ഗായിക എന്ന നിലയിലാണ് നാം കണ്ടത്. പക്ഷെ അവരുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അവരാരും അറിയാത്ത ധാരാളം ചാരിറ്റി പ്രവർത്തനം, എത്ര കുട്ടികളെയാണ് അവർ പഠിപ്പിക്കുന്നത്, ആരും അറിയുക, ഇടിച്ചെവി അറിയരുതെന്ന് പറയും. അത്തരത്തിലുള്ള നിഷ്കാമകർമ്മം ആരും അറിയാതെ സേവന പ്രവർത്തനം നടത്തുന്ന മഹത്തായ സേവനം നടത്തുന്ന വ്യക്തിത്വങ്ങളെ എത്ര ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ആദരിക്കുക എന്ന് പറയുന്നത് ഭാരതസമാജത്തിന്റെ ഒരു വലിയ ദൗത്യമാണ്. ഈ വിധത്തിൽ ഒരു വളരെ വലിയ മൂവ്മെന്റാണ് ഭാരത് സേവക് ബഹുമതി എന്ന് പറയുന്നത്. അതിലിപ്പോ നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആളുകളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണല്ലോ. അതെ, തുറയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അത് BSS പ്രവർത്തകർ അത് കണ്ടെത്തിയ ആളുകൾ റെക്കമെൻഡ് ചെയ്തത്. ഈ ഭാരത് സേവക് പ്രവർത്തകരും അല്ലാതെ ഉത്തമചിന്തകരായ ആളുകളൊക്കെ തന്നെ ഇത്തരം ആളുകളെ കണ്ടെത്തി ഇതിലേക്ക് വേണ്ടി ശുപാർശ ചെയ്യാറുണ്ട്, അവരുടെ പേര് നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അവരുടെ ബയോഡേറ്റ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല അവരെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്. ഇല്ല, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരുടെ സേവനവും കൊണ്ടാണല്ലോ ഇന്ന് ഭാരതമായി മാറിയത്. ആ നിലയിൽ ആൾക്കാരെ ആദരിക്കുക എന്ന് പറയുന്നത് ഭാരതീയ സമാജത്തിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടാണ്. പിന്നെ അതുപോലെ BSSന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന് സാർ പറയാം. ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു ചാരിറ്റി ബിഗിൻസ് എന്ന് പറയുന്ന നിലയിൽ നമുക്കൊരു പബ്ലിക് ട്രസ്റ്റ്, നമ്മുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടല്ല, അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഏത് പ്രസ്ഥാനങ്ങൾ വന്നാലും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവരാര് വന്നാലും അവരെ ഈ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചാരിറ്റി ബിഗിൻസ് എന്നുള്ളത്. അത് നമ്മുടെ BSSകാർ സ്വപ്നം കാണുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നാണ്. കാരണം ഇപ്പോൾ ഓരോ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് അവരെയൊക്കെ തന്നെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞൊരു വലിയ സംഭവമാണ്. ഞാൻ നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞതുപോലെ എത്ര വ്യക്തികളാണ് ആരും അറിയാതെ എന്തെല്ലാം സേവന പ്രവർത്തനം നടത്തുന്നതാണ്. ആരും അറിയരുത് എന്ന് പറഞ്ഞ സേവന പ്രവർത്തനം നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഒരു സന്തോഷിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം അത് വലിയ കാര്യമായി കാണുകയാണ്. സാർ ഒരു എഴുത്തുകാരൻ കൂടിയാണെന്ന് അറിയാൻ സാധിച്ചു. ഇപ്പൊ ഒരു എഴുത്തിന്റെ പണിപ്പുരയിലാണല്ലോ രാമായണം. എന്താണ് അതിന്റെ കാര്യങ്ങൾ? ശ്രീമഹാരാമായണം ഒരു ഗദ്യ രൂപത്തിൽ എഴുതുന്ന ഒരു പുസ്തകമാണ്. 9 അധ്യായങ്ങളായിട്ട്. സാധാരണ രാമായണമൊക്കെ 6 അധ്യായമാണ്. ഇത് പൂർവ്വകാന്ഡം, യാഗകാന്ഡം തുടങ്ങി അതിനുശേഷമാണ് ബാലകാന്ഡം പറയുന്നത്. ഉത്തരകാന്ഡം കൂടെ ചേർത്ത് 9 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് ശ്രീമഹാരാമായണം. 9 അധ്യായങ്ങൾ അത് പൂർത്തിയാക്കി. ഇപ്പൊ ഞാൻ അതിന്റെ ഫൈനൽ അവസാന മിനിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1030 പേജ് വരെ ഗദ്യരൂപത്തിൽ വളരെ ലളിതമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. എല്ലാവരും വായിക്കണം എന്ന ആഗ്രഹത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. 4 വർഷം എടുത്തു ആ പുസ്തകം തയ്യാറാക്കാൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭാവനയായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് ശ്രീമഹാരാമായണം എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു മഹാ അത്ഭുതവും സംഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അത് മറിച്ചു നോക്കുമ്പോൾ ഇതെങ്ങനെ ഈ രീതിയിൽ രൂപപ്പെട്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് അതിന് അർത്ഥം തോന്നുന്നു. ആ നിലയിലാണ് അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. അത് 1-2 മാസത്തിൽ അത്
പൊതുസമൂഹത്തിൽ ലഭ്യമാകുന്നത്. അതിപ്പോൾ അവസാനപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. സർ, അതുപോലെ തന്നെ ഗുരുദേവനെ പറ്റിയുള്ള ഒരു ബുക്ക് കൂടി അതെ, ഞാൻ ശ്രീമഹാരാമായണം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദശാവതാരങ്ങളെ കുറിച്ച് പുസ്തകം എഴുതണം. ഇപ്പൊ 3-4 അവതാരങ്ങളെ കുറിച്ച് എങ്ങനെ എഴുതി. അപ്പൊ പെട്ടെന്ന് തോന്നി ഗീത ലളിതമായിട്ട് എഴുതപ്പെടാം. അപ്പൊ അതും ഇങ്ങനെ എഴുതി കുറച്ച് എഴുതി വന്നു. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി ഇതല്ല വേണ്ടത്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതണം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതണമെന്ന ഒരു ചിന്ത മനസ്സിൽ വന്നു. 2-3 ദിവസം ഇങ്ങനെ വല്ലാത്തൊരു സമ്മർദ്ദമായിരുന്നു. ഗുരുവിനെ കുറിച്ച് എഴുതണം. മനസ്സിലേക്ക് ശ്രീ മഹാനാരായണം എന്ന പേരും വന്നു, പുസ്തകത്തിന്റെ പേര്. അപ്പൊ അങ്ങനെ ശ്രീ മഹാനാരായണ ഗുരുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നുണ്ട്. അത് ഒരു വലിയ വർക്കാണ്, വലിയൊരു പ്രവർത്തനമാണ്. കാരണം ഗുരുവിനെ കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നാം അറിയേണ്ടത് ഗുരു സാക്ഷാൽ അവതാരമൂർത്തിയാണ്. മത്സ്യം കുർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശിവരാമൻ ശ്രീകൃഷ്ണൻ ശ്രീനാരായണൻ 10ാമത്തെ അവതാരമാണ് ശ്രീനാരായണ ഗുരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നാം വിശ്വസിക്കുന്നത്. കാരണം 9 അവതാരങ്ങളെ ഹിംസയായിരുന്നു, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുകയായിരുന്നു. ഗുരുവിന്റെ അവതാര കാലത്ത് നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവന്റെ ജീവിതം തന്നെ. അറിവിന്റെ അഭാവമാണ് സമൂഹത്തിലെ ഭിന്നതകൾ, സമൂഹത്തിൽ നിന്ന് കാണുന്ന എല്ലാ ദുരാചാരങ്ങളുടെയും കാരണം അറിവിന്റെ അഭാവമാണ്. അറിവുള്ള ജനസമൂഹം ഉണ്ടാകണം. ആ നിലയിലുള്ള അറിവിന്റെ രൂപമായി നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരിച്ച മഹത്തായ ഒരു അവതാരമൂർത്തിയാണ് ശ്രീനാരായണ ഗുരു. അതിനുമപ്പുറം ഗുരു എന്ന് പറയുന്നത് അഹിംസയുടെ പ്രതിരൂപമാണ്. ജനനം മുതൽ ജീവിതാവസാനം വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു അവതാര ശക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീബുദ്ധനായാലും മഹാത്മാഗാന്ധി ആയാലും ഒക്കെ അഹിംസ അവരുടെ ജീവിതത്തിൽ പിന്നീട് സ്വീകരിച്ച ഒരു മാർഗം മാത്രമാണ്. ജീവിതത്തിൽ ജനനം മുതൽ അവസാനം വരെ അഹിംസയുടെ ഒരു അവതാരമൂർത്തിയായി നിന്നത് ഒറ്റൊരാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അത് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിനെ കുറിച്ച് ലോകം അറിയണം എന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ശ്രീ മഹാനാരായണം എന്ന പേരിൽ ആ പുസ്തകം എഴുതുന്നത്. ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ നാം ഓരോന്നോരോന്നായി വിശകലനം ചെയ്യുമ്പോൾ അത്ഭുതം. അരിയുപ്ര പ്രതിഷ്ഠ എന്ന് പറയുന്ന അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടാകാതെ ശാന്തമായി ആ ശിവപ്രതിഷ്ഠ നടത്തും. ശിവലിംഗമല്ല, ശിവപ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയും ഒരു പാറയുടെ പുറത്ത് മറ്റൊരു കല്ലെടുത്ത് വെക്കുക, ആ കല്ലിൽ ലയിച്ച് ചെയ്യുകയാണ്. 1000 ആന പിടിച്ചാൽ പോലും അനങ്ങാത്ത നിലയിൽ ആ കല്ലിൽ ലയിച്ചു ചേർന്നു. ദൈവത്തെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ പ്രസക്തമായ വിശേഷം. ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ കൊച്ചപ്പിപ്പിള്ള വിളിച്ചു പറഞ്ഞ ഒരു സെന്റൻസ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ശ്രീരാമാവതാര കാലത്ത് ഭഗവാൻ രാമേശ്വരത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു. ഇതാ ശ്രീനാരായണ അവതാര കാലത്ത് ഭഗവാൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. വാസ്തവത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളാണ് ഗുരുവിന്റെ എല്ലാ പ്രതിഷ്ഠകളും. ആ പ്രതിഷ്ഠകളുടെ മഹത്വം ലോകമിനെ അറിയാൻ പോകുന്നത് വരും കാലഘട്ടത്തിൽ ലോകം അറിയാൻ പോവുകയാണ്. ജാതിയും മതവും വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ആരാധിക്കാൻ കഴിയുന്ന മഹത്തായ ക്ഷേത്ര സമുച്ചയങ്ങളാണ് നമ്മുടെ നാടെമ്പാടും ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾ ഗുരുക്ഷേത്രങ്ങളായാലും അല്ല ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളായാലും ഒക്കെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ആരെയും വേദനിപ്പിക്കാതെ ഇത്തരം ഒരു വലിയ വിപ്ലവം നടത്തിയ മഹാനായ ഒരു അവതാരമൂർത്തി കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ഗുരുവിനെ കുറിച്ചുള്ള വായന കൂടുമ്പോൾ
ഗുരുവിനെ കുറിച്ച് അറിയുമ്പോൾ ഗുരു ഉപയോഗിച്ച ഭാഷ, ഗുരുവിൻ്റെ നാവിൽ നിന്ന് തെറ്റായ ഒരു വാക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. നാം എല്ലാവരും സംസാരിക്കുമ്പോൾ, സാധാരണ മനുഷ്യർ സംസാരിക്കുമ്പോൾ പല വാക്കുകളും തെറ്റാറുണ്ട്. ഇത് ഒരു വാക്ക് പോലും തെറ്റാത്ത ഒരു അവതാരമുണ്ട്. അത്ഭുതമാണ്. ഈ അത്ഭുതത്തെക്കുറിച്ച് എഴുതാൻ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. ആ എഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അത് ഒരു വലിയ ദൗത്യമാക്കി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞങ്ങളെല്ലാവരും ആ ഒരു എഴുത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു, ഇപ്പം ഈ ബുക്കില് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ, പ്രതിച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് പിന്നെ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും ഈ ബുക്കിലുണ്ടാവും. ഞങ്ങളും ആ ഒരു ബുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വായിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ. ഗുരു ഒരു എഫക്റ്റാണ്. ഗുരുവിനെ നമ്മളൊരു സാധാരണ മനുഷ്യനെ കാണരുത്. ഗുരു ഒരു എഫക്റ്റാണ്. ആ എഫക്റ്റ് അനുഭവിക്കണം. അത് ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ എന്നുള്ളതല്ല. ഗുരു പ്രപഞ്ചത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിലുണ്ടായ ഒരു എഫക്റ്റാണ്. ശ്രീനാരായണ എഫക്റ്റാണ്. ആ എഫക്റ്റ് നാം മനസ്സിലാക്കണമെന്നാണ്. അവിടെ ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ എന്നുള്ളതല്ല. ശ്രീനാരായണ എഫക്റ്റാണ്. ആ എഫക്റ്റ് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എഫക്റ്റ് അതിൻ്റെ ഗവേഷണം, അതിൻ്റെ പഠനം, അതിൻ്റെ വ്യാഖ്യാനം ഇനി വരും കാലങ്ങളുണ്ടാകും. ഇറ്റ്സ് എ വെരി ബിഗ് എഫക്റ്റ്. ആ എഫക്റ്റ്, ശ്രീനാരായണ എഫക്റ്റ്, ആ എഫക്റ്റ് നാം തിരിച്ചറിയുന്നതാണ്. അതിന് ഇന്ന സമയത്ത് ജനിച്ചു, ഇന്ന സമയത്ത് സമാധിയായി എന്നുള്ളത് അതൊക്കെ വെറും ശരീരത്തിൻ്റെ കാര്യം. ശരീരമല്ല ഗുരു. ഗുരു പറഞ്ഞല്ലോ, നാം ശരീരമല്ല, അറിവാണ്. അറിവിന് മരണമില്ലല്ലോ. ഗുരുവിന് മരണമില്ല. ഗുരു ജനിച്ചു മരിച്ചു എന്നതല്ല. ഗുരുവിൻ്റെ അവതാരത്തിൻ്റെ ആ എഫക്റ്റ് നാം അനുഭവിക്കുകയാണ്. ആ അനുഭവിക്കുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ സാറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അതായത് നമ്മള് അമ്പലങ്ങളൊക്കെ പണിതുയർത്തുന്ന ഒരു സംഭവം. അപ്പം ഈ അമ്പലങ്ങൾ പണിതുയർത്തുമ്പോൾ അവിടെ വരുന്ന, അതായത് നമ്മള് ഇപ്പം ആൾക്കാർ അങ്ങോട്ട് പോവാണ്, വഴിപാട് കഴിക്കുകയാണ്, അപ്പൊ എല്ലാവർക്കും ധനച്ചെലവുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാന് ഒരു ധനത്തിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പൈസ കൊടുത്ത് വഴിപാട് ചെയ്യുന്നത്? ചെല്ലുന്ന ഭക്തന്റെ മനസ്സിന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് വഴിപാട് നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. ഭഗവാന്റെ സംതൃപ്തിയല്ല. ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയുടെ ഭാഗമാണ് നാം വഴിപാട് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മള് ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ. ഭഗവാൻ ആവശ്യപ്പെട്ടോ? ഭഗവാൻ ആവശ്യപ്പെട്ടില്ല. നമുക്ക് ഭഗവാൻ എന്താ പറയുക, തുളസിക്കതെങ്കിലും കൊടുത്ത് വെച്ചാൽ മതി പറയുന്നത്. ഭഗവാൻ ഒന്നും വേണ്ട, കൂളത്തിന് ഇല വെച്ചാൽ മതി എന്ന് പറയും. ഒന്നും വെച്ചില്ലേ ഭഗവാന് വിഷമമൊന്നുമില്ല. ഭഗവാൻ എന്താ, ഭഗവാൻ സാധാരണ അല്ലല്ലോ, അസാധാരണമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ മനുഷ്യനെ പോലെ ഇങ്ങനെ കാണുകയും നമ്മൾ ചിന്തിക്കുകയും മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അതറിയാത്തത് കൊണ്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ അതൊന്നും വിളിച്ചു പറയും. ആ പറയുന്ന ആൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇപ്പൊ അങ്ങനെ ഒരു വലിയ വലിയ അമ്പലങ്ങൾ, പള്ളികളൊക്കെ പണിയുന്നതിന് പകരം തൊഴിലില്ലാത്ത കുറച്ച് പേർ. അല്ല, രണ്ടാണ്. തൊഴിലും ഈ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയങ്ങളും രണ്ടാണ്. പ്രാർത്ഥനാലയങ്ങൾ വരുന്നത് കൊണ്ട് തെറ്റൊന്നുള്ള കാര്യം. പ്രാർത്ഥനാലയങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ അവിടെ സമാധാനമാണ്. സൊസൈറ്റി സമാധാനം ഉണ്ടാകണം. സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷ സൃഷ്ടിക്ക് പ്രാർത്ഥനാലയങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഭവനങ്ങളൊക്കെ പറയുന്ന ഒരു 1-2 ആളുകൾ മാത്രമായി നമുക്ക് ഒന്നിച്ചെന്ന് കൂട്ടാൻ കഴിയുന്ന അവസരങ്ങൾ ദേവാലയങ്ങളാണ്. ദേവാലയങ്ങളിൽ പോകാനും ആളുകളെ ഒന്നിച്ച് കാണാനും സമാധാനം നിൽക്കാൻ കഴിയുന്നത് ദേവാലയങ്ങളാണ്. അങ്ങനെ ദേവാലയങ്ങൾ വന്നെന്ന് പറയാൻ അപകടമെന്നുള്ളതാണ്. അല്ല, അവിടെയൊക്കെ എല്ലാ തൊഴിൽശാലകളായും മാറിയത്. തൊഴിൽശാല ഈ അങ്ങനെ എല്ലാ പാർട്ടി ഓഫീസും തൊഴിൽശാലകളാക്കി എന്താ കുഴപ്പമുണ്ടോ? എല്ലാം പാർട്ടി ഓഫീസിൽ തൊഴിൽശാലകളാക്കി വലിയൊരു കെട്ടിടം കെട്ടി പാർട്ടി ഓഫീസ് അതെല്ലാം തൊഴിൽശാലകളാക്കി വല്ല കുഴപ്പമുണ്ടോ? തൊഴിലെടുക്കുന്ന സർക്കാർ ഓഫീസുകളെല്ലാം തൊഴിലെടുക്കുന്നത് ഇല്ലല്ലോ. അല്ല, അപ്പൊ അതുകൊണ്ട് ഈ ചിലർ പറയാനുണ്ട്, ഈ ഓഫീസ് ഫാക്ടറികൾ, ദേവാലയങ്ങൾ ഫാക്ടറികളിൽ പണിയെടുക്കാറുണ്ടോ? ദേവാലയങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കാറുണ്ടോ? ഈ വെറുതെ കെട്ടിടം കെട്ടിയിട്ടിരിക്കുക എത്രയെത്ര സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത് ദേവാലയങ്ങൾക്ക് കെട്ടിടം കെട്ടുന്നതും മാത്രം നമ്മൾ അതൊക്കെ കെട്ടി ഇത് തൊഴിൽശാലകളാക്കി മാറ്റണമെന്ന് പറയുന്ന
ഒരു വാദമുണ്ടല്ലോ, അത് പാവമുണ്ട്, അത് പറയുന്നുണ്ട്, കാര്യമൊന്നുമില്ല. അല്ല, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടാവും. നമുക്ക് എവിടെ പോയി പ്രാർത്ഥിച്ചാലും നമുക്ക് അതെ, പ്രാർത്ഥിക്കാം. അതങ്ങനെ ചെയ്യാം. ഇല്ലാണ്ടും അത് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്ത് സമാധാനത്തിന്റെ ആളുകൾ പോകുന്നല്ലേ. ആളുകൾക്ക് പോകാൻ ഒരു കോമൺ പ്ലേസ് ഒരു കൂട്ടായ്മ. അത് ഉണ്ടായിക്കട്ടെ, അത് കുഴപ്പമില്ല. അതൊന്നും വലിയ അപകടമുള്ള കാര്യമൊന്നുമില്ല. അല്ല, ഇങ്ങനെയുള്ള പ്രശ്നം, അതായത് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ അത് പിന്നെ വ്യാപാരം, എന്റെ മതത്തെ വ്യാപാരമാക്കി മാറ്റിയ ഒരു കാഴ്ചപ്പാട് ലോകത്തെമ്പാടുണ്ടായിട്ടുള്ളത്. അത് മതം വ്യാപാരമാക്കിയത് മതം ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണെന്നറിയാമോ. എല്ലാ മതങ്ങളും എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി, എന്റെ ഭാര്യയെ ജീവിച്ചിരിപ്പില്ല. 2010 നിര്യാതയായി. എനിക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളെയും വിവാഹം കഴിച്ചു. അവർ സുഖമായി ജീവിക്കും. ഒരാൾ തിരുവനന്തപുരത്ത്, മക്കളുടെ ബാംഗ്ലൂരിലുമാണ്. 2 പേർക്ക് ഒരേ മക്കളാണ്. അതാണ്. അവർക്ക് BSS ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ? ഭാര്യ അടക്കം എല്ലാവരും ഈ പരസ്യസമാജം ഒരു പൊതുപ്രസ്ഥാനം എന്നതിൽ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്ന് BSSന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ബാക്കി സോഷ്യൽ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം.